ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച അസം, കേരള, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഈ മാസം 23 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. CPIM 81 പേരുടെയും CPI 25 പേരുടെയും BJP 47 സ്ഥാനാർത്ഥികളുടെയും പട്ടിക പുറത്തിറക്കിയിരുന്നു. കേരള കോൺഗ്രസ് M, NCP, BDJS ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടായേക്കും. കേരളം, പുതുച്ചേരി, അസം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കുമായി 1111 നിരീക്ഷകരെ വിന്യസിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 557 പൊതു നിരീക്ഷകരെയും 188 പോലീസ് ഒബ്സർവർമാരെയും 366 ചെലവ് നിരീക്ഷകരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ 40 പൊതു നിരീക്ഷകരെയും 17 പോലീസ് ഒബ്സർവർമാരെയും 40 ചെലവ് നിരീക്ഷകരെയുമാണ് വിന്യസിച്ചത്. ചെലവ് നിരീക്ഷകർ ഇന്ന് രാവിലെ മുതൽ സംസ്ഥാനത്ത് എത്തിത്തുടങ്ങി. ഓരോ നിരീക്ഷകർക്കും 3-4 മണ്ഡലങ്ങളുടെ വീതം ചുമതലയാണ് ഉള്ളത്. പൊതു നിരീക്ഷകർ നാളെയാണ് സംസ്ഥാനത്ത് എത്തുക. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർ ഈ മാസം 20-നകം അപേക്ഷ നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12D-യിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ നൽകാമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40%-ലേറെ ഭിന്നശേഷിയുള്ളവർക്കുമാണ് വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. റെയിൽവേ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ധന അഭ്യർത്ഥനകളിൽ ലോക്സഭയിൽ ചർച്ച നടന്നു. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച ചർച്ചകൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രാജ്യസഭയിൽ മറുപടി നൽകി. ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള 8 പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷൻ ലോക്സഭ പിൻവലിച്ചു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയിൽ അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെ സഭ അംഗീകരിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 2 MPമാർ കൂടാതെ കോൺഗ്രസ് MPമാരായ മാണിക്കം ടാഗോർ, ഗുർജീത് സിംഗ് ഔജ്ല, അമരീന്ദർ സിംഗ്, പ്രശാന്ത് പടോല, കിരൺ കുമാർ റെഡ്ഡി, CPIM MP S വെങ്കിടേഷ് എന്നിവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 3-നാണ് MPമാരെ സസ്പെൻഡ് ചെയ്തത്. LPG-യുമായി ഹോർമൂസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ നന്ദാദേവി ഗുജറാത്തിലെ വഡിനാർ തുറമുഖത്തെത്തി. 46,000 മെട്രിക് ടൺ LPG-യുമായി ഖത്തറിൽ നിന്നാണ് കപ്പലെത്തിയത്. മറ്റൊരു ചരക്കു കപ്പലായ ശിവാലിക് ഇന്നലെ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലും ഖത്തർ തലസ്ഥാനമായ ദോഹയിലും ഇന്ന് വ്യോമാക്രമണങ്ങളുണ്ടായി. ബാഗ്ദാദിലെ US എംബസി ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അൽ ജാദിരിയ മേഖലയിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങളെ ഇറാഖ് പ്രധാനമന്ത്രി അപലപിച്ചു. ദോഹ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട 14 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായി ഖത്തർ അറിയിച്ചു. UAE-യിലും അതീവ ജാഗ്രത തുടരുകയാണ്. അബുദാബിയിൽ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഫുജൈറയിൽ എണ്ണ വ്യവസായ മേഖലയിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയെ അറിയിക്കാതെ രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിൽ പ്രവേശിക്കുകയോ കര അതിർത്തി കടക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന് എംബസി അധികൃതർ നിർദ്ദേശിച്ചു. ഇത്തരത്തിൽ അതിർത്തി കടക്കുന്നത് ഗുരുതര ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഇറാനിയൻ പ്രദേശത്തിന് പുറത്തു പോകുന്നവർക്ക് സഹായം നൽകാൻ ടെഹ്റാൻ എംബസിക്ക് സാധിക്കാതെ വരുമെന്നും അറിയിപ്പിൽ പറയുന്നു. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ആശുപത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ആക്രമണം ഭീരുത്വവും മനസാക്ഷിക്ക് നിരക്കാത്തതുമാണെന്നും ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കൂട്ടക്കൊലയെ സൈനിക നടപടിയായി ചിത്രീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം വ്യോമാക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്ന് അഫ്ഗാനിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രസ്താവിക്കും. പ്രതി മാനസിക രോഗിയാണെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജിക്കൽ ICU-വിന് സമീപം ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായി. തീ പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. 33 രോഗികളെയും ICU-വിൽ നിന്ന് മാറ്റി. രോഗികളും കൂട്ടിരിപ്പുകാരും സുരക്ഷിതരാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.